ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. എല്ലാവരും റാഹത്തായിട്ട് മുന്നോട്ട് പോട്ടെ, വിഷമങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കട്ടെ. എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓക്കെ, അപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്നത് എന്താണോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഫുഡ് എന്ന് പറയാം, ഉപ്പേരി എന്ന് പറയാം. എന്താണോ, ഇതാണ് നമ്മളെ വാഴക്കാമ്പ്. വെറും ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് വെള്ളം ഒഴിക്കാണ്ട് വേപ്പിച്ച് വെച്ചാണ്. ഇത് സൂപ്പർ ഫുഡാണ്. ഏടും നമ്മൾ കണ്ടാലും വാങ്ങി കഴിക്കുക, ഇത് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. ഇത് പിന്നെ ഇതിലേക്ക് ചെറുപയറും മമ്പയറും വേപ്പിച്ച് വെച്ചാണ്. ഇത് ഒരു രണ്ട് കൈപ്പിടി ചെറുപയറുണ്ടാവും, 2 കൈപ്പിടി മമ്പയറുണ്ടാവും. പിന്നെ അതിന് കുറച്ച് ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെള്ളക്കാന്താരിയും മറ്റേ ചെറിയ കാന്താരിയും ഉണ്ട്. ഒരു 5-6 ഉണ്ടാവും. ഇതിൽ വീണുപോയി എന്താ, ഇത് നല്ല ഫ്രഷ് മുളകാണ് ഇവിടെ തന്നെ ഉണ്ടായത്. ഇവിടെ അല്ല, ഉമ്മൻ്റെ അടുത്തുണ്ടായിട്ട് ഇവിടെ കൊണ്ടു തന്നെ കുറച്ചൊക്കെ. അപ്പം അത് പിന്നെ ഇതിനിപ്പോൾ 3 മുളക് ഞാൻ എണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കും. എന്നിട്ട് അരക്കും. ഈ 3 മുളക് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുത്തിട്ട് ഇതിൽ തേങ്ങൻ്റെ കൂട്ടി ഇറക്കും. അപ്പോൾ പൊരിക്കട്ടെ. ഒന്ന് നമ്മൾ ഇതിന് കടുവറുക്കുന്ന എണ്ണയില്ലേ, അതിലൊന്നൊന്ന് പൊരിച്ചാൽ മതി. കടുവറുക്കുന്ന എണ്ണൻ്റെ അകത്ത് വേഗം കഴിയില്ലേ. പിന്നെ ഇതുണ്ടല്ലോ, വെന്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇതിലൊരു നൂലുണ്ട്, വേണ്ട, ഇതിലൊരു നൂലുണ്ട്. അത് ഈ കയ്യിലിൻ്റെ കണം കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ ഇങ്ങോട്ടേക്ക് പോലും. അത് ഞാൻ എടുത്ത് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് വേറിട്ട്. അപ്പോൾ അത് ഇട്ടില്ലെങ്കിൽ ഒരു ചെറിയൊരു 4 കൂടി അധികമായിരിക്കും. ഇത് ഏറ്റവും നല്ല ഹെൽത്തി ഫുഡാട്ടോ. അതുകൊണ്ട് നമ്മൾ വായൻ്റെ കാമ്പിട്ടാൽ ഉണ്ടാക്കി കഴിക്കുക. ഇതിനുള്ളവർ ഉമ്മാക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഷുഗർ ഉള്ളവർ കഴിക്കുക. ഇതണ്ട 3 മുളക് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സ് ചെയ്തിടാം. അതിന് കൂടെ കുറച്ച് തേങ്ങ ഇടും. കുറച്ചിടാം. ഇത് തേങ്ങ ചിരണ്ടി ഞാൻ 2 തേങ്ങ 3 തേങ്ങ ഒക്കെ ചിരണ്ടി ഫ്രീസറിൽ ഇങ്ങനെ വെക്കും ഈ പാത്രത്തിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ് ഇനിയിപ്പോൾ വൈകുന്നേരം ചിരണ്ടി വെക്കണം. അല്ല, ഇത്രയും തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിൽ ഉപ്പെല്ലാം ഇട്ടതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇനി നോക്കിയിട്ടിടാം. പിന്നെ ഒത്തിരി പെരുംജീരകം ഇടണം. അതിൽ ഒന്ന് പെരുംജീരകമെല്ലാം കഴുകി ഉണക്കി വെക്കുന്നത്. ഒന്നങ്ങ് ക്രഷ് ചെയ്യുക. ഇതൊന്നും കടിച്ച് കഴിയുക. എന്നാൽ പിന്നെ കറിവേപ്പില നമ്മൾ വയറ്റി തന്നെ ആവും. എന്നാൽ നമ്മൾ കറിവേപ്പില എടുത്തങ്ങനെയാവും. ക്രഷ് ചെയ്യാൻ പറ്റുന്നതിലെല്ലാം നിങ്ങൾ കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഈ സാധനം ഒന്നാക്കുക കേട്ടോ. അതാ ഈ കാമ്പും ചെറുപയറും ഒന്നാക്കിയിട്ടെ. നമുക്ക് ഈ ചീനച്ചട്ടി തന്നെ ആക്കാം. ഇതിൽ തന്നെ ആക്കിയാൽ പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഒന്നര ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതണ്ട, ഇത് നല്ലോണം ഒന്ന് ചേർത്തുക. രണ്ടും കൂടി മിക്സാക്കുക. ചോറ് കുറച്ച് കഴിച്ചിട്ട് ഇതധികം കഴിച്ചാൽ ഹെൽത്തിയാണ്. ഞങ്ങളിപ്പോൾ ചോറിങ്ങനെ ഉണ്ടാക്കലില്ല, അവിടെ എപ്പോഴെങ്കിലും ഉണ്ടാക്കും. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ പൂള പറ്റില്ല, പൂള ഷുഗറല്ലേ.
അപ്പോൾ ഇനി ഞാനൊരു 10 കോവക്ക ഇട്ടിട്ടുണ്ട്. 10 കോവക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വെല്ലുള്ളി ഉണ്ട്. ഇതിനുള്ളി ഇട്ടിട്ടില്ല, മറന്നുപോയി. ഇതിലുള്ളി വേണം, ഒരു ഉള്ളി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, രണ്ട് പച്ചമുളക് വേണേ. ഇതിൽ കടുക്, 1 സ്പൂണ് കടുകിടുക. പൊട്ടിട്ട് എന്നിട്ട് ഒരു വറ്റൽമുളക്, 3 ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടല്ലോ, ഒറ്റ വറ്റൽമുളക് മതി. പിന്നെ ഇത് വന്നിട്ട് ഇതിട്ട് ഒട്ടിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ആ പച്ചച്ചോയ മാറിയതിന് ശേഷം ഇട്ടാൽ മതി. ഇതിൽ ഇട്ടിട്ട് ചമ്മന്തി തേങ്ങയും കറിവേപ്പിലയും ജീരകവും ഉള്ളിയും പിന്നെന്തേനും 2 തരം കാന്താരിയോ ഒരു കഷ്ണം ഇഞ്ചിയും അതിൻ്റെ പച്ചച്ചോയ ഒന്ന് പോകുമ്പോൾ ഇതിൻ്റെ പച്ചച്ചായ ഒന്ന് മാറി കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പം ഞാൻ ഒത്തിരി 10 കോവക്കൻ്റെ ഉപ്പേരി ഉണ്ടാക്കും. അതൊക്കെ 10 കോവക്കണ്ട് ഇതിനൊന്ന് ക്രഷ് ചെയ്ത വേഗം കഴിയും. കുറച്ച് കറിവേപ്പിലുണ്ട്, കറിവേപ്പില ഞാൻ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കും. കറിയിലല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ ക്രഷ് ചെയ്തിട്ട് കൈ എടുക്കുക. പിന്നെ ഇതാ ഒരു കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു 2-3 വെളുത്തുള്ളിയുണ്ട്, ഒരു 5 കാന്താരിയുണ്ട്, ഒരു ചെറിയ വെല്ലുള്ളിയുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. അതിൻ്റെ പച്ചച്ചോയ ഒന്ന് മാറുമ്പോൾ മിക്സി ആയിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എന്താ ചെയ്യാം, ഈ സാധനം ഉണ്ടല്ലോ, ഈ കാമ്പ് ഞാൻ വേപ്പിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല. കണ്ടാ ഉള്ളി വെന്ത പോലെ ഉണ്ട്. ഇതാ വെള്ളം ഒഴിക്കുക ചെയ്യരുത്, നല്ലോണം മുറിച്ചിട്ട് കഴുകി മഞ്ഞളും ഉപ്പിട്ട് വേപ്പിക്കുക. എന്നിട്ട് മമ്പയർ വേപ്പിക്കുക, ചെറുപയർ വേറെ 2 വേറെ കുക്കറിലിട്ട് വേപ്പിക്കുക. അത് പുതിർത്തി വെക്കണമെന്നില്ല, ഒരു 5-6 വിസിലടിച്ചാൽ വെന്ത് കിട്ടും. പിന്നെ അതിനുള്ള മസാല കണ്ടില്ലേ എന്തൊക്കെയാ. ഇതിട്ട് കൊടുക്കട്ടെ. സൂപ്പർ ഫുഡാണ്, എല്ലാ സൂക്കേടിനും ക്യാൻസറുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ്. അതൊക്കെ അങ്ങനെ വേവിപ്പിച്ച് ഇത് ജ്യൂസ് അടിച്ചു കൊടുത്താലും നല്ലതാണ്. പിന്നെ ഇങ്ങനെ ചോറിന് ഇങ്ങനെ ഉപ്പേരി പോലാക്കി കൊടുത്താലും നല്ലതാണ്. ഇപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഇതൊന്ന് ക്രഷ് ചെയ്യട്ടെ. ഇതൊന്ന് ക്രഷ് ചെയ്താൽ എൻ്റെ സാധനത്തിന് നൂല് പൊട്ടിപ്പോയി, നൂല് അരിഞ്ഞ് പോയി, നൈസായിട്ട്.
കറിവേപ്പിലൊക്കെ ഉണ്ടല്ലോ കഴിക്കണം. എന്താ ഇനി ഇതിനാവശ്യമായ ഉപ്പ് ഇതിലുണ്ട്. ഇതിലിട്ട് എന്താ നല്ല ഫുഡാണ് രണ്ടും. കോവയ്ക്ക് നല്ലതാ, കാമ്പ് നല്ലതാ, എല്ലാവർക്കും കഴിക്കാം. അതിനൊരു ഭംഗിക്ക് കുറച്ച് കറിവേപ്പില. ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് അതിൻ്റെ മേളും. പിന്നെ ഇന്ന് ചോറുണ്ട്, നല്ല കേതൽ ഫ്രൈ ഉണ്ട്, ഊരറിയും. ഞങ്ങൾ രണ്ടാളേ ഉള്ളൂ, ഞാനും മോനും. രണ്ടാളുണ്ട്, ഒരാളിവിടെ ഇല്ല, ഒരാൾ ഇവിടെ പോയി. നല്ല എന്താ പറയുക, ചെറുപയറും മമ്പയറും കൂടി ഇടണം, എന്നാലും ഒരു പിടുത്തുണ്ടാവും. പിന്നെ ഇത് മാത്രം ഉപ്പേരിയൊക്കെയും ചെയ്യാം, മുളക് പൊടിച്ചിട്ടിട്ടോ, ഇതേപോലെ തന്നെ മസാല എല്ലാം ചതുക്കിയിട്ടിട്ടോ. ഇതിപ്പോൾ നമുക്ക് വൈകുന്നേരം ചായക്ക് കൂട്ടാം, ചോറിന് കൂട്ടാം, രാത്രിയിൽ ഒരു തരം ഫുഡ് ഇതാക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ കുറേ എണ്ണ പലഹാരമെല്ലാം നമുക്ക് ഒഴിച്ച്. ഞാൻ കോവക്ക ഉണ്ടാകും കൈയടുപ്പത്ത്. കോവക്കക്ക് കുറച്ച് കടുക് ഇട്ടിട്ട് പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ കിട്ടുക, നിങ്ങൾ ചെയ്യാണ്ടെന്നാൽ ചെയ്തോ. നിങ്ങളെ സപ്പോർട്ടല്ലേ നമ്മളെ വിജയം. നിങ്ങളെല്ലാം കണ്ടിട്ടല്ലേ ഒരു യൂട്യൂബ് തുടങ്ങിയ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടുന്ന സഹായം ചെയ്യണ്ടേ. കടുവിട്ട് പൊട്ടി. ഇനിയിപ്പോൾ ഇത് കോവക്കൻ്റാണ്, ഒരു വറ്റൽമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കോവക്ക അടുപ്പത്തിട്ട് കൊടുക്കുക. എന്താണ് നമ്മളെ കോവക്കയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എൻ്റെ സൗണ്ട് ഇടയ്ക്കെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കും. കടുകുണ്ട്, നല്ല മണമുണ്ട്. ആ വറ്റൽമുളക് എണ്ണയിട്ട് പൊരിച്ചില്ല, അതിൻ്റെ ഒരു സ്മെല്ലോ പിന്നെ ആ ഇഞ്ചിൻ്റെ ആ ജീരകത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ഹോട്ടൽ വെള്ളമൊന്നും വയ്ക്കണ്ട, ഫ്രഷ് ചെയ്തല്ല. ഹോട്ടൽ ഞാൻ തേങ്ങ ഇടുന്നില്ല. അപ്പോൾ മക്കളെ, എല്ലാവരും എൻ്റെ ചാനൽ ഒന്നും കൂടി പറയട്ടെ പ്ലീസ്. ഒന്ന് എന്താ ചെയ്യുക, എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് കാണുക, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നുകൊണ്ട് കേട്ടോ. ഫുഡ് ഓക്കെ, ഇതാ വീന്ന് ഇൻഷാ അല്ലാഹ് എല്ലാവരും കാണുക. എല്ലാവർക്കും അല്ലാണ്ടായിരം ബർക്കത്തുണ്ടാകട്ടെ. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും.